ഹാവേ കിറ്റ്കാറ്റ് എന്ന പരസ്യവാചകം കേൾക്കാത്തവരായി ആരുമുണ്ടാകില്ല. ജോലി തിരക്കുകൾക്കിടയിൽ ചെറിയൊരു ഇടവേള എടുക്കുവാനും ആസ്വദിച്ച് കിറ്റ്കാറ്റ് കഴിക്കുവാനും നമ്മെ പ്രേരിപ്പിക്കുന്ന ഈ ഒരു വാചകം അല്പം സീരിയസ് ആയി എടുത്ത ഒരു കള്ളന്റെ കഥയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. ഒരു ചെറിയ ബ്രേക്കിന് വേണ്ടിയല്ല, മറിച്ച് ജീവിതകാലം മുഴുവൻ കഴിക്കാനുള്ള ചോക്ലേറ്റുമായാണ് ഈ കള്ളൻ കടന്നു കളയുന്നത്. ഇറ്റലിയിലെ ഒരു പ്രമുഖ ചോക്ലേറ്റ് നിർമ്മാണ യൂണിറ്റിൽ നിന്ന് പോളണ്ടിലെ വിതരണ കേന്ദ്രത്തിലേക്ക് അയച്ച ലോറിയാണ് വഴിമധ്യത്തിൽ അപ്രത്യക്ഷമായത്. ലോറിയിൽ ഉണ്ടായിരുന്നത് 1-2 പാക്കറ്റ് കിറ്റ്കാറ്റ് അല്ല, മറിച്ച് ഏകദേശം 12 ടൺ തൂക്കം വരുന്ന ഭീമമായ ചോക്ലേറ്റ് ശേഖരമായിരുന്നു. ഏകദേശം 4,13,793 കിറ്റ്കാറ്റ് ബാറുകളാണ് ഈ ഒരൊറ്റ മോഷണത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. യൂറോപ്പിലെമ്പാടുമുള്ള കടകളിലേക്ക് വിതരണം ചെയ്യാനിരുന്ന ഈ മിഠായികൾ കാണാതായത് കമ്പനിയെയും പോലീസിനെയും ഒരുപോലെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഒരു വ്യക്തിക്ക് ഇത്രയും വലിയ അളവിലുള്ള ചോക്ലേറ്റ് എങ്ങനെ ഒളിപ്പിച്ചു വെക്കുവാൻ കഴിയുമെന്നാണ് പോലീസിനെ കുഴയ്ക്കുന്ന പ്രധാന ചോദ്യം. സാധാരണഗതിയിൽ സ്വർണമോ പണമോ മോഷ്ടിക്കുന്ന കള്ളന്മാർക്ക് പകരം മിഠായി മോഷ്ടിക്കുവാൻ ഇറങ്ങിത്തിരിച്ച് ഈ മധുരപ്രിയനായ കള്ളൻ ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അധികൃതർ. ഇത്രയും അധികം ചോക്ലേറ്റ് കള്ളൻ ഒറ്റയ്ക്ക് കഴിച്ചു തീർക്കില്ലെന്ന് ഉറപ്പാണ്. ഇത് വിപണിയിൽ വിൽക്കുവാൻ ശ്രമിക്കുമ്പോൾ കള്ളൻ കുടുങ്ങുമെന്നാണ് കമ്പനി അധികൃതർ വിശ്വസിക്കുന്നത്. ഓരോ കിറ്റ്കാറ്റ് പാക്കറ്റിനും നിർമ്മാണ സമയത്ത് രേഖപ്പെടുത്തിയ സവിശേഷമായ ബാർകോഡ് ഉണ്ടായിരിക്കും. മോഷ്ടിക്കപ്പെട്ട ലോറിയിലുണ്ടായിരുന്ന ചോക്ലേറ്റുകളുടെ ബാർകോഡുകൾ കമ്പനി ഇതിനോടകം തന്നെ എല്ലാ പ്രധാന വിതരണക്കാർക്കും കൈമാറിക്കഴിഞ്ഞു. ഈ കോഡുകളുള്ള ചോക്ലേറ്റുകൾ ഏതെങ്കിലും കടയിൽ വിൽപ്പനയ്ക്ക് എത്തിയാൽ ഉടൻ തന്നെ പോലീസിന് വിവരം ലഭിക്കും. ഇതാദ്യമായല്ല ചോക്ലേറ്റ് ലോകത്ത് ഇത്തരമൊരു വിചിത്രമായ മോഷണങ്ങൾ നടക്കുന്നത്. മുൻപും പല രാജ്യങ്ങളിലും സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ആദ്യം പറയേണ്ടത് 2017 ജർമ്മനിയിലെ ന്യൂട്ടെല്ല കൊള്ളയാണ്. ജർമ്മനിയിലെ ഹെസ്സെ എന്ന നഗരത്തിൽ നിന്നാണ് ഏകദേശം 20 ടൺ ചോക്ലേറ്റ് ഉൽപ്പന്നങ്ങളാണ് ഒരു ലോറിയിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടത്. പ്രശസ്തമായ കിൻഡർ സർപ്രൈസ് മുട്ടകളും ന്യൂട്ടെല്ലയും അടങ്ങിയ വലിയൊരു ശേഖരമായിരുന്നു അത്. ഏകദേശം 50 ലക്ഷം രൂപയോളമായിരുന്നു ഇതിന്റെ വിപണി മൂല്യം. അന്ന് ഈ വാർത്ത കേട്ട നാട്ടുകാർ കള്ളനെ വിശേഷിപ്പിച്ചത് ലോകത്തിലെ ഏറ്റവും മധുരമുള്ള കള്ളൻ എന്നായിരുന്നു. ഇതുപോലെ തന്നെ കാനഡയിലെ പീറ്റേഴ്സ് ചോക്ലേറ്റ് മോഷണത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് കാനഡയിലും സമാനമായ രീതിയിൽ ടൺ കണക്കിന് ചോക്ലേറ്റ് ബാറുകൾ കടത്തിക്കൊണ്ടുപോയ സംഭവം ഇതിൽ വരുന്നുണ്ട്. അന്ന് മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് കള്ളന്മാരെ പിടികൂടാൻ സാധിച്ചത്. അടുത്തതായി ബെൽജിയത്തിലെ ചോക്ലേറ്റ് ട്രക്കാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ചോക്ലേറ്റ് നിർമ്മിക്കുന്ന ബെൽജിയത്തിൽ നിന്നും ഒരിക്കൽ വിലപിടിപ്പുള്ള ഡാർക്ക് ചോക്ലേറ്റുകൾ അടങ്ങിയ ട്രക്ക് കാണാതായിരുന്നു. ചോക്ലേറ്റ് പ്രേമികൾക്കിടയിൽ വലിയ ചർച്ചയായ സംഭവമായിരുന്നു അന്ന് അത്. സ്വർണമോ പണമോ മോഷ്ടിക്കുന്നതിനേക്കാൾ റിസ്ക് കുറവാണെന്നതും ചോക്ലേറ്റ് ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ പലപ്പോഴും ആവശ്യക്കാർ ഉണ്ടെന്നതും ഇത്തരം മോഷണങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണം. കൂടാതെ മറ്റു ഉൽപ്പന്നങ്ങളെ അപേക്ഷിച്ച് ചോക്ലേറ്റ് പെട്ടെന്ന് തിരിച്ചറിയാൻ പ്രയാസമാണ്. എങ്കിലും കമ്പനികൾ ഇപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഈ വാർത്തകൾ കേൾക്കുമ്പോൾ രസകരമായി തോന്നാമെങ്കിലും മോഷണം എന്നത് വലിയൊരു കുറ്റകൃത്യമാണ്. ചോക്ലേറ്റ് കഴിക്കുന്നത് മനസ്സിന് സന്തോഷം നൽകുന്ന ഒന്നാണെങ്കിലും അത് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് വാങ്ങി കഴിക്കുമ്പോഴാണ് യഥാർത്ഥ സംതൃപ്തി ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഓർക്കുക, ചോക്ലേറ്റ് അമിതമായി കഴിക്കുന്നത് പല്ലിന്റെ ആരോഗ്യത്തിനും ശരീരത്തിനും ഹാനികരമാണ്. എന്തായാലും 4 ലക്ഷത്തിലധികം കിറ്റ്കാറ്റ് ബാറുകളുമായി മുങ്ങിയ ആ കള്ളനെ പിടികൂടാൻ പോലീസ് വല വിരിച്ചു കഴിഞ്ഞു. ബ്രേക്ക് എടുക്കാൻ പോയ കള്ളന് ഇനി ഒരു പക്ഷേ ജയിലഴിക്കുള്ളിലായിരിക്കും അടുത്ത ബ്രേക്ക് ലഭിക്കുക. ന്യൂസ് ഡെസ്ക് തത്തുമൈ TV.